ഹലോ വിവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് 1st April. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ മോർണിംഗിൽ വന്ന ആ ഒരു ട്രേഡാണ്. ഇപ്പോൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടൈം എന്ന് പറയുമ്പോൾ 12:45. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് റണ്ണിങ് ആണ്. 11:40 വന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ട്രേഡുകൾ നമുക്ക് പിക്ക് ചെയ്ത് തരും. സിഗ്നൽ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. കൺഫേം ആണോ നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ ഇതുവരെ നമുക്ക് 3 ട്രേഡുകളാണ് ബാങ്ക് നിഫ്റ്റിയിൽ സോഫ്റ്റ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാനോ പഠിക്കാനോ താല്പര്യമുണ്ട്, കോൺടാക്ട് ചെയ്തുള്ളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. ലാസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നൽ നമുക്ക് ഫസ്റ്റ് കാണാം. നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ബൈ എൻട്രി ആണ്. 51,463 ബാങ്ക് നിഫ്റ്റി സോഫ്റ്റ് നമുക്ക് 11:40 ട്രേഡ് തന്നിരിക്കുന്ന. ജസ്റ്റ് നമ്മളത് കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം എടുത്താൽ മതി. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ആരോ ഉണ്ട്. ബൈ എൻട്രി വന്ന ശേഷം ഇതിൻ്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇവിടെ ബൈ സോൺ തന്നെ ആയിരിക്കണം. ബൈ ആണെങ്കിൽ താഴത്ത് ബൈ സോൺ തന്നെ ആയിരിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്ത് നിങ്ങൾക്ക് ഒരു ബാറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഓരോ ക്യാഡിലുമാണ് ഓരോ ബാർ ഫോം ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്ത് ഒറ്റ ബാറേ കാണുള്ളൂ. അത് ഗ്രീൻ ആയി കിട്ടിയാൽ 2 കൺഫർമേഷൻ ഓക്കെ ആണോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ ട്രേഡ് എടുക്കാം. ഒരു 80-90% ഇത് ആക്യുറേറ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു 370 പോയിന്റിന് മേളിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ബൈ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാറും പ്രൈസോണും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഏത് കോൾ ഓപ്ഷനും ബൈ ചെയ്യാവുന്നതാണ്. അപ്പം പ്രീവിയസ് ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിലാണ് വന്നത്. ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് പറയുന്നുണ്ട്. റെസിസ്റ്റൻസിന് എടുക്കാതെ മാർക്കറ്റ് കയറില്ല. കൺഫേം ആണെങ്കിൽ കൂടി റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാത്ത കാരണം മാർക്കറ്റ് ഇറങ്ങിയിട്ട് സെല്ല് വന്നു. അത് കൺഫേം അല്ലായിരുന്നു. കാരണം സെൽ എൻട്രി കൺഫേം ആണെങ്കിൽ, അതായത് നിങ്ങൾ പുട്ട് സൈഡ് എൻട്രി എടുക്കണമെങ്കിൽ ഇത് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ല് വന്ന് കൺഫേം ആയിരിക്കണം. സെല്ല് കൺഫേം ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽ സോൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പുട്ട് സൈഡ് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ഇതുവരെ 3 എൻട്രീസ് വന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം കൺഫേം അല്ലായിരുന്നു. 3ാമത് വന്ന ട്രേഡാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടോ? കോൺടാക്ട് ചെയ്തോളൂ എന്നെ. താങ്ക് യു.